അപ്പോൾ അടുത്ത മക്കളെ നമ്മൾ എൻവയോൺമെൻറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അടുത്തത് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ അപ്പോൾ എൻവയോൺമെൻറ്റ് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൊല്യൂട്ടൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പൊല്യൂട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകൾ എന്താണോ, എനിത്തിങ് വിച്ച് കോസ് പൊല്യൂഷൻ, അവരെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കത് എന്ത് തന്നെങ്കിലും ആവാം. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് അങ്ങനെ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന എന്താണ് കെമിക്കൽസ്. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്സ് ഒക്കെ എവിടെ ഇടാണ്, നമ്മൾ മണ്ണിലിടാണ്. അപ്പോൾ അത് ഡിഗ്രേഡേഷൻ സംഭവിക്കാതെ മണ്ണിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ എന്താണ്, പൊല്യൂഷനെ കാരണമാകുന്നു. അങ്ങനെ പൊല്യൂഷന് കാരണമാകുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് മുന്നായിട്ട് എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ പല ഭാഗങ്ങളായിട്ട്, പല തട്ടുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, പല ലെയറുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് സീ ലെവലിലുണ്ടല്ലോ, സീ ലെവൽ നമ്മുടെ കടല് സീ ലെവലിനോട് ചേർന്നിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് സീ ലെവൽ ടു 10 കിലോമീറ്റർ. അപ്പോൾ സീ ലെവൽ മുതൽ 10 കിലോമീറ്റേഴ്സ് വരെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുക. അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. 10 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ സീറ്റ് ഓഫ് ഓസോൺ ലെയർ, അതായത് ഓസോൺ ലെയർ ഭാഗം, ഓസോൺ ലെയറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലാണ് എന്ത് പറയുന്നത്, മീസോസ്ഫിയർ വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മീസോസ്ഫിയർ വരുന്നു, പിന്നെ തെർമോസ്ഫിയർ വരുന്നു. അപ്പോൾ ലെവൽ നോക്കുക, താഴെ നിന്നാണ് പഠിക്കുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ ആണ്. അപ്പോൾ ഏറ്റവും എബോവ് കിടക്കുന്നതാണ് നമ്മൾ ഇത് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയറുകളുടെ പേരുകളൊന്ന് മക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പൊല്യൂട്ടൻസ് എന്താണെന്ന് കിട്ടി, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിന്റെ ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞു. ഇനി മക്കളെ നമ്മൾ ഈ മീസോസ്ഫിയറും തെർമോസ്ഫിയറും കൂടിയിട്ട് ഒരുമിച്ച് അവർ രണ്ടാളും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് അയനോസ്ഫിയർ എന്ന്. കാരണം ആ രണ്ട് ലെയേഴ്സിൽ അയോൺസ് ആണ് കൂടുതലായിട്ടിരിക്കുക. അതായത് തെർമോസ്ഫിയർ എന്ന് പറയാൻ തന്നെ കാരണം അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമ്പോൾ ഫ്രീ സ്റ്റേറ്റിലാണ് അവർ ഇരിക്കുക. അവിടെ ഇരിക്കുന്ന ആറ്റംസ് ഒക്കെ അയോൺസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ മീസോസ്ഫിയറും തെർമോസ്ഫിയറിനും കളക്റ്റീവ്ലി നമ്മൾ എന്തെന്ന് പറയുന്നു, അയനോസ്ഫിയർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ചേർത്തുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നു ഹോമോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പോൾ ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് എന്താണ് ഏറ്റവും അടിയിലുള്ള രണ്ട് സ്ഫിയർ, അതാണ് ട്രോപ്പോസ്ഫിയറും അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറും കൂടി ചേർന്നാൽ നമ്മൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്നു. അതുപോലെ മീസോസ്ഫിയർ, മുകളിലുള്ള രണ്ട് ലെയറുകൾ ചേർത്ത് മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ കളക്റ്റീവ്ലി നോൺ ആസ് അയനോസ്ഫിയർ ആണ്. ഇനി അതുപോലെ സിങ്ക് എന്ന് പറയുന്നതാണ് ഒരു ടേമാണ് ഓർത്ത് വെക്കേണ്ടത്. സിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ റെൻഡർ എ പൊല്യൂട്ടൻ ഇനാക്റ്റീവ്. അപ്പോൾ പൊല്യൂട്ടനെ ഇനാക്റ്റീവ് ആക്കാനാണ് റെൻഡറായി ചെയ്തിരുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്നത്. അതിൽ സിങ്ക് ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് സോയിൽ മൈക്രോ ഓർഗാനിസം. അത് സോയിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സിങ്ക് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിങ്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓഷ്യൻ ആൻഡ് പ്ലാന്റ്സിന്റെ ഓഷ്യന്റെയും സിങ്ക് ആണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക് എന്ന ടേം ഒന്ന് ഓർത്ത് വെക്കുക മക്കളെ. അപ്പോൾ അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞല്ലോ. പൊല്യൂട്ടൻസ് എന്താ, പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ എന്ത് തന്നെയാണോ അവർ നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നു. ഈ പൊല്യൂട്ടൻസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പ്രൈമറി പൊല്യൂട്ടൻസ് എന്നും സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നും. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി എമിറ്റ് ചെയ്യുക, എന്തായാലും എമിറ്റഡ് ടു അല്ലെങ്കിൽ ഡയറക്ട്ലി എമിറ്റഡ് ഫ്രം ദി സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയാം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ മോട്ടോർ എഞ്ചിൻസിൽ നിന്നൊക്കെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് ആ സോഴ്സിൽ നിന്ന് വരികയാണല്ലേ, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് ഒക്കെ എത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ് ഒക്കെ എന്താണ്, പ്രൈമറി പൊല്യൂട്ടൻസിലാണ് പെടുക. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്യണം, പൊല്യൂട്ടൻസ് വിച്ച് ആർ ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസിൽ നിന്ന് അവർ അറ്റ്മോസ്ഫിയറിൽ കിടക്കുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിൽ കിടന്ന് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആണ് പാൻ ഒക്കെ കേട്ടോ. എന്താണ് പാൻ?
അക്രൈലോ നൈട്രൈൽ. അപ്പോൾ പോളി അക്രൈലോ നൈട്രൈൽ എന്ന് പറയുന്നത് പോളിമർ ആണ്. അപ്പോൾ പോളിമർ ഒരു സെക്കൻഡറി പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആണ്. അവൻ അറ്റ്മോസ്ഫിയറിൽ കിടന്ന് അല്ലെങ്കിൽ സോയിലിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ കെമിക്കൽസ് ആണ് അവിടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് വേണ്ടിയിട്ട് കോസ് ചെയ്യുന്നത് മക്കളെ. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് എയർ പൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എയർ പൊല്യൂഷൻസിലെ ഗ്യാഷ്യസ് പൊല്യൂഷൻ എന്നും പാർട്ടിക്കുലേറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് ഉണ്ട്, പെർട്ടിക്കുലർ പൊല്യൂട്ടൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് തരം സബ്സ്റ്റൻസുകൾ വഴി എന്താണ് പൊല്യൂഷൻ ഉണ്ടാവുകയാണ്, എയർ പൊല്യൂഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താണ് ഗ്യാസസ് പൊല്യൂഷൻ, അതുപോലെ എന്താണ് പെർട്ടിക്കുലേറ്റ് പൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈനി പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾ, ഇപ്പൊ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പൊ പൊള്ളൻ ഗ്രെയിൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾ, സോളിഡ് പാർട്ടിക്കിൾസ് കൊണ്ട്, അതുപോലെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് കൊണ്ടൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്താവുക, പൊല്യൂട്ട് ആവുക. അപ്പൊ അങ്ങനെ പൊല്യൂട്ട് ആകുന്ന ആ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വയലബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്, നോൺ വയലബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. അപ്പൊ വയലബിൾ പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ മൈന്യൂട്ട് ലിവിങ് ഓർഗാനിസം, ഫംജൈ, മൗൾസ്, ആൽഗെ ഒക്കെയാണ് നമ്മൾ വയലബിൾ പൊല്യൂട്ടൻസിന്, പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നോൺ വയലബിൾ ആയിട്ടുള്ളത് മിസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ്, ഡസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ നോൺ വയലബിൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ കിട്ടിയല്ലോ. അപ്പൊ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്താണെന്ന് കിട്ടിയല്ലോ. പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്, പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സും എന്തെന്ന് പറയാനായിട്ട് പറ്റും, പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ അടുത്ത കാറ്റഗറി നമ്മൾ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ. ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ വിച്ച് കോസ് ദ എയർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനെ കോസ് ചെയ്യുന്ന ഗ്യാസുകളെയാണ് നമ്മൾ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസിനെ ടേബിളേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊല്യൂട്ടൻസ്, അവരുടെ സോഴ്സ്, പെർമിസിബിൾ ലിമിറ്റ്, അതുപോലെ ഹാർംഫുൾ ഇഫക്റ്റ്, അതിന്റെ സിങ്ക്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടേബിളേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ സൾഫറിന്റെ ഓക്സൈഡുകൾ, നൈട്രജന്റെ ഓക്സൈഡുകളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസിൽ വരുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് വരുന്നത് വെച്ചാൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പെട്രോൾ, ഡീസലൊക്കെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിട്ട് ഉണ്ടാകുന്നതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. പക്ഷെ കാർബൺ മോണോക്സൈഡ് വളരെ വലിയ ഒരു എന്നാൽ ഗ്യാഷ്യസ് പൊല്യൂട്ടൻ്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ചെറിയ എമൗണ്ടേ അവൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പാടുള്ളൂ. 40 പാർട്ട് പെർ മില്യൺ ഒക്കെ ആയാൽ തന്നെ അതിൻ്റെ ലിമിറ്റിംഗ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വലിയ എയർ പൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കംപ്ലീറ്റ് കമ്പഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അവൻ 5000 പാർട്ട് പെർ മില്യൺ ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാം. അതിനും കൂടിയാൽ മാത്രമാണ് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റും അതുപോലെ തന്നെ എന്താണ് ആസ്ഫിക്സിയ പോലുള്ള ഹാർംഫുൾ ഇഫക്റ്റുകളാണ് അവൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഓക്സൈഡ്സ് ഓഫ് സൾഫർ അടങ്ങിയിട്ടുള്ള, സൾഫർ കണ്ടന്റ് ഉള്ള ചില ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്. ആ ഫ്യൂവൽസ് എന്ത് ചെയ്യാണ്, ഫോസിൽ ഫ്യൂവൽസ് ആണെങ്കിൽ ഫ്യൂവൽസ് ഉണ്ട്. ആ ഫ്യൂവൽസ് കമ്പഷൻ മൂലമാണ് ഈ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാകുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ് ഒക്കെയാണ്. അത് റെസ്പിറേഷനും അതുപോലെ തന്നെ നമ്മുടെ ആസിഡ് റെയിൻ കോസ് ചെയ്യുന്നു. പിന്നെ ക്ലോറോഫിലിന്റെ ഒക്കെ ഫോർമേഷൻ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. അതൊക്കെ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റുകളാണ്. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് മക്കളെ. നൈട്രജൻ എന്തെങ്കിലും നാച്ചുറൽ ആക്ടിവിറ്റീസ് മൂലമാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. പിന്നെ ചില നൈട്രജൻ അടങ്ങിയിട്ടുള്ള ചില ഫ്യൂവൽസ് ഒക്കെ കമ്പഷൻ മൂലം ഈ നൈട്രജന്റെ ഓക്സൈഡുകൾ, അതായത് ഗ്യാസസ് പൊല്യൂട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. വളരെ കുറവ് എമൗണ്ട് ആണ് ഈ സൾഫറിന്റെ ഓക്സൈഡുകളും നൈട്രജന്റെ ഓക്സൈഡുകളും പാടുള്ളൂ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. 5 പാർട്ട് പെർ മില്യൺ ആയാൽ തന്നെ ഇവർ രണ്ടാളും ലിമിറ്റായി. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. ഫോട്ടോ കെമിക്കൽ സ്മോഗും അതുപോലെ ആസിഡ് റെയിൻ ആണ് ഇവർ മെയിനായിട്ട് കോസ് ചെയ്യുക. അപ്പോൾ പൊല്യൂട്ടൻസും സോഴ്സും അതുപോലെ തന്നെ ഹാർംഫുൾ ഇഫക്റ്റും അതിൻ്റെ സിങ്കും ഒക്കെയാണ് ടേബിളായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിങ്കുകൾ ഒപ്പം തന്നെ അതിൻ്റെ പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. ഈ ടേബിളർ ഫോമിലായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നോട്ട്സ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എത്ര ആളെ പഠിച്ചു, 4 ആളാണ് പഠിച്ചത്. അതൊക്കെ നോട്ട് ചെയ്തൊന്ന് പഠിക്കും മക്കളെ. അതുപോലെ തന്നെ ഇപ്പോൾ 5 മൈക്രോൺസിന് താഴെയുള്ള പെർട്ടിക്കുലേറ്റ്സ് ഉണ്ടല്ലോ, അവർ കാരണം നമ്മുടെ ലെൻസിൻ്റെ ലൈനിങ്ങിലൊക്കെ എന്ത് ചെയ്യാണ്, ലൈനിങ് ഒക്കെ
സ്കേറിങ് സംഭവിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത് ന്യൂമോകോനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ന്യൂമോകോനോസിസ് ആണ്. അപ്പോൾ 5 മൈക്രോൺസിന് താഴെ സൈസ് വരുന്ന പെർട്ടിക്കുലേറ്റ് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ലങ്സിനെ ഡാമേജ് ആക്കുന്നു. അതുപോലെ തന്നെ ചില ആപ്സിയറ്റോസ് ഉണ്ട്, എപ്സിറ്റോസ്, അതുപോലെ ആസ്പിറ്റോസിൻ്റെ കാരണം ആ പെർട്ടിക്കുലേറ്റ്സ് കാരണം കൊണ്ട് ആസ്പിറ്റോസസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ചില ഫ്രീ സിലിക്കാസൊക്കെ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അത് സിലിക്കോസിസ് ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മൾ കോൾ മൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ കോൾ മൈനേഴ്സൊക്കെ നമ്മുടെ സാധാരണയായിട്ട് ബ്ലാക്ക് ലങ്സ് ഡിസീസസ് ആണ് കോസ് ചെയ്യുക. അപ്പോൾ ഈ കോൾ മൈനേഴ്സ് ചില അടിയിൽ നിന്ന് പെട്രോൾ കുഴിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് കേട്ടോ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് മെയിനായിട്ട് ബ്ലാക്ക് ലങ്സ് ഡിസീസസ് ആണ് ഉണ്ടാവുക. അതുപോലെ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഉണ്ടല്ലോ, ഈ പൊടി ടെക്സ്റ്റൈൽസ് വർക്കേഴ്സൊക്കെ അവർക്ക് വൈറ്റ് ലങ്സ് ഡിസീസസ് ആണ് സാധാരണയായിട്ട് കോസ് ചെയ്യുക. അപ്പോൾ ചില ഡിസീസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പെർട്ടിക്കുലൈസ് കാരണം ഉണ്ടാകുന്ന ചില ഡിസീസ് അതിൻ്റെ സിറ്റുവേഷൻസും ആണ് പറഞ്ഞത്. അടുത്ത മക്കളെ സ്മോഗാണ്. സ്മോക്ക് എന്ന് കേട്ടിട്ടുണ്ട്, ഫോഗ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്താണ് സ്മോഗ് എന്ന് വെച്ചാൽ ഈ സ്മോക്ക് കമ്പഷൻ ചെയ്യുക, സ്മോക്കും അതുപോലെ ഫോഗും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്, സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നൈട്രജൻ ഓക്സൈഡുകൾ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്ന് നോക്കാം. അതായത് നമ്മൾ വാം കണ്ടീഷൻ ഉണ്ടാവില്ലേ, അതായത് വാം കണ്ടീഷൻ അല്ലെങ്കിൽ സണ്ണി ക്ലൈമറ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഈ നൈട്രജൻ്റെ പ്രസൻസ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ നൈട്രജൻ കമ്പോണൻ്റ് ഉള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ പാന്, അക്രൈലിൻ പോലുള്ള നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചില പോയിസണസ് സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ നാച്ചുറിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്മോക്ക് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓൾറെഡി ലോസ് ഏഞ്ചൽസ് സ്മോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ലോസ് ഏഞ്ചൽസ് സ്മോക്ക് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ നൈട്രജൻ കണ്ടന്റ് ഉള്ള ഹൈഡ്രോ കാർബൺസ് കമ്പഷൻ സംഭവിച്ചിട്ട് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഓക്സൈഡ്സോ അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള പോയിസണസ് ഗ്യാസുകൾ, പോയിസണസ് സബ്സ്റ്റൻസുകൾ ഫോം ചെയ്യിക്കുകയാണ്. അതിന് എക്സാമ്പിളാണ് പാൻ, അക്രിലിൻ പോലുള്ള സബ്സ്റ്റൻസുകൾ. ഓക്കെ ആണല്ലോ മക്കളെ ഈ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓസോൺ ഉണ്ടാവും, അതുപോലെ നൈട്രജൻ ഓക്സൈഡ്, പാന്, അക്രിലിൻ, ഫോർമാൽഡിഹൈഡ്, ഇവരൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ക്ലാസിക്കൽ സ്മോക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിക്കൽ സ്മോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് സ്മോക്സ് ഫോംഡ് ഡ്യൂറിങ് ഹ്യൂമിഡ് കൂൾ ക്ലൈമറ്റ് കണ്ടീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ. അപ്പോൾ ലോങ് ടേം സ്മോക്ക് എന്നും കൂടി ഇതിന് പറയാറുണ്ട്. അപ്പോൾ നോക്കും മക്കളെ, എന്താണ് ക്ലാസിക്കൽ സ്മോക്ക് എന്ന് വെച്ചാൽ സൾഫർ ഓക്സൈഡ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ടുള്ള വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് അത് ഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന സ്മോക്കിനെയാണ് നമ്മൾ ക്ലാസിക്കൽ സ്മോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട് കോസ് ചെയ്യുന്ന ഏറ്റവും വളരെ വലിയൊരു കമ്പോണൻ്റ് അല്ലെങ്കിൽ വലിയൊരു പൊള്യൂട്ടൻ്റ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുമ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ CFC എന്ന് പറയുന്നത് എന്താണ്, ക്ലോറിൻ്റെ ഒക്കെ ആറ്റംസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിന് ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ട് അവൻ ഓസോണെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്നത് കേട്ടോ മക്കളെ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് മക്കളെ പോളോ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് PSC എന്ന് പറയുന്നത്. അതായത് ക്ലൗഡ്സ് വിച്ച് കാറ്റലൈസ് ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട്, അതിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതാണ് ആര്, നമ്മുടെ ഈ PSC എന്ന് പറയുന്നത്. അത് PSC എന്ന് പറയുന്ന പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അന്റാർട്ടിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട് കാറ്റലൈസ് ചെയ്ത് ഈ PSCs ആണ്. ഇനി ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ റീഅറേഞ്ചിങ് ഫ്രീ റാഡിക്കൽ, ഈ ഫ്രീ റാഡിക്കൽസിനെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇവർ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ്റെ കാറ്റലൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കാം, അടുത്തതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഫിനോമിനയാണ് കേട്ടോ മക്കളെ, എനർജി ട്രാപ്പിംഗ് ഫിനോമിനയാണ്.
ഈ നമ്മുടെ ഇൻഫ്രാറെക്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസസ് മോളിക്യൂൾ ഒക്കെ ഉണ്ട് സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, N2O, ഓസോൺ, അതുപോലെ ക്ലോറോഫ്ലോ കാർബണൊക്കെ വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവരൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടോട്ടൽ മാസ് ഉണ്ടല്ലോ, ആ ടോട്ടൽ മാസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ എനർജി ട്രാപ്പിംഗ് ഫിനോമിന ബൈ ഇൻഫ്രാറെഡ് ആക്ടിവിറ്റി ആക്റ്റീവ് ഗ്യാസസ് മോളിക്യൂൾസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, N2O, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ, ഇവരിനൊക്കെ വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന എനർജി ട്രാപ്പ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്രാഡ് ആക്റ്റീവ് ഗ്യാസുകളെയൊക്കെ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫിനോമിന, അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് എന്താ നോർമലായിട്ടൊരു 7 അല്ലെങ്കിൽ അറൗണ്ട് 7 ആയിട്ടുള്ള pH വാല്യൂ ഉള്ളതാണല്ലേ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. റെയിൻ വാട്ടർ ആയാലും അത് തന്നെയാണ് അതിൻ്റെ pH എന്ന് പറയുന്നത്. എന്നാൽ ചില ഓക്സൈഡുകളുടെ പ്രസൻസ് കാരണം, നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഒക്കെ ഓക്സൈഡ്സുകളുടെ പ്രസൻസ് കാരണം കൊണ്ട് നമ്മുടെ ഈ വാട്ടറിൻ്റെ pH 5നേക്കാളും 6നേക്കാളും ഒക്കെ താഴേക്ക് വരാം. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ആ റെയിനിൽ നിന്ന് വരുന്ന ആ വാട്ടറിൻ്റെ pH വാല്യൂ കുറയുകയാണ്, 7ൽ നിന്ന് കുറയുന്നു. എന്ത് കാരണം കൊണ്ട്? ഈ നൈട്രജൻ്റെ ഓക്സൈഡും സൾഫറിൻ്റെ ഓക്സൈഡുകൾ കാരണം കൊണ്ട്. അപ്പോൾ അവരെയാണ് നമ്മളെന്ന് പറയുന്നത്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വരുന്ന റെയിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്ന പേരിട്ടിട്ടാണ് വിളിക്കുക. pH കുറയാണ് ചെയ്യുന്നത് മക്കളെ കേട്ടോ. മക്കളപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷൻ കഴിഞ്ഞു, അടുത്താണ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ മക്കളെ ഈ വാട്ടർ പൊല്യൂഷൻ കാരണം കൊണ്ട് കോസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ആദ്യം പരിചയപ്പെടുന്നത് കേട്ടോ. യൂട്രോഫിക്കേഷൻ ആണ് ഫസ്റ്റ് വൺ. അതായത് നമ്മുടെ ആൽഗകൾ ഉണ്ടല്ലോ, വാട്ടറിലൊക്കെ ഫോം ഉള്ള ചെറിയ മൈക്രോ ഓർഗാനിസം ആണ് നമ്മളെന്ന് പറയുന്നത് ആൽഗേസ് എന്ന് പറയുന്നത്. ഈ ആൽഗേസ് ഒക്കെ എക്സസീവായിട്ട് ഗ്രോത്ത് ഉണ്ടാവുക. അങ്ങനെ എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ വാട്ടർ ബോഡീസിൽ ഉണ്ടാവുകയാണ്. അത് നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ടിനെ എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്യുന്നു. മാത്രമല്ല എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ന്യൂട്രീഷനിൽ ഈ ആൽഗയിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ന്യൂട്രിയൻസ് അക്യുമുലേറ്റ് ചെയ്യുന്ന, അതായത് ഇവിടുന്ന് ഡിറ്റർജൻസ് നിന്നൊക്കെ വരുന്ന ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ വരുന്നത് അക്യുമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോസ്ഫേറ്റ് ഇൻ വാട്ടറിലുള്ള ഫോസ്ഫേറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഈ ഓക്സിജൻ്റെ എമൗണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് ഇൻ വാട്ടർ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ബ്ലൂ ബേബി സിൻഡ്രോം. അതായത് ഇപ്പം നമ്മുടെ നൈട്രേറ്റ്സ് ഉണ്ടല്ലോ, നൈട്രേറ്റ്സിൻ്റെ എമൗണ്ട് കൂടുക, നമ്മുടെ വാട്ടറിൽ നൈട്രേറ്റ്സിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ പറയുന്നതാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന്. അതുപോലെ ലാക്സേറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് സൾഫേറ്റിൻ്റെ എമൗണ്ട് കൂടുക. ആ സൾഫേറ്റിൻ്റെ എമൗണ്ട് വാട്ടറിൽ ഇൻക്രീസ് ചെയ്യാണ്. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ലാക്സേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നു. അടുത്തത് ഫ്ലൂറോസിസ് ആണ്. ഫ്ലൂറോസിസ് എന്ന് വെച്ചാൽ ഫ്ലൂറിൻ്റെ എമൗണ്ട് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫ്ലൂറിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ നമ്മൾ ആ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ടൂത്ത് ഡീക്കൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ ഇവരെന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് ആണ് ഇതിനെ റെഡ്യൂസ് ചെയ്യലാണ് ഇത് കോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു എമൗണ്ട് ആവശ്യമുണ്ടല്ലോ. അതെന്ന് പറയുന്നത് 6 പാർട്ട് പെർ മില്യൺ ആണ്. 6 പാർട്ട് പെർ മില്യൺ ആയിരിക്കണം കുറഞ്ഞതും വാട്ടറിൽ ഉണ്ടായിരിക്കേണ്ട ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് 6നേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അക്വാട്ടിക് ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ 6നേക്കാളും ബിലോ ആണെങ്കിൽ അക്വാട്ടിക് ലൈഫ് വിൽ ബി ഇൻഹിബിറ്റഡ് ആണ്. അപ്പോൾ 6നേക്കാൾ കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ 6നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടറിൽ ലിവിങ് തിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് എത്ര വേണം മക്കളെ? 6 പൈക്കോമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷന്റെ ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് മക്കളെ, ഇപ്പം നമ്മുടെ ഓക്സിജൻ റിക്വയർഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവരുടെ ഈ ഓർഗാനിക് മാറ്ററിനൊക്കെ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓക്സിജൻ ആവശ്യമുണ്ട്. ആ ഓക്സിജൻ്റെ എമൗണ്ട് ആ എമൗണ്ടിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് പൊല്യൂട്ടഡ് വാട്ടറിൽ ഉണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസംസ് അവരുടെ ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ബയോളജിക്കൽ ഓക്സിജൻ എത്രയാണോ വേണ്ടത് അതിനാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അതുപോലെ തന്നെ ഇത് ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ BOD എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ BOD എപ്പോഴും 5 പാർട്ട് പെർ മില്യനേക്കാളും
കുറവായിരിക്കണം ക്ലിയർ വാട്ടറിൽ വേണ്ടത്. അതുപോലെ തന്നെ 17 പാർട്ട് പെർ മില്യനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ആ BRD 5 to 17 ആണ് അവിടുത്തെ ആ ഒരു ക്ലിയർ. 5-ന് താഴെയാണെങ്കിൽ ക്ലിയർ വാട്ടർ ആയിരിക്കും. 5 to 17 വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. 7-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിരിക്കും. ഇനി COD ആണ് മക്കളെ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതായത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും അതുപോലെ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഓക്സിജന്റെ എമൗണ്ടിനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് മെർക്കുറി പോയ്സണിങ് ഉണ്ടാവുക. നമ്മുടെ വാട്ടറിൽ ഇപ്പോൾ മെർക്കുറിയുടെ എമൗണ്ട് കൂടിയിട്ട് അത് മെർക്കുറി പോയ്സണിങ് ഉണ്ടാവുക. അത് നമുക്ക് ക്രിപ്ലിങ്ങും ഉണ്ടാകും. അതൊരു വളരെ ഫീച്ചൽ ഡിസീസാണ് ആ ഒരു ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്, അഥവാ മിനമാറ്റ ഡിസീസ് എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റലാണല്ലോ. അപ്പോൾ ആ ഒരു മെറ്റലിന്റെ പ്രസൻസ് ഒരു പോയ്സണിങ് കണ്ടീഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മിനമാറ്റ ഡിസീസ് എന്ന് പറയുന്നത് ഫീച്ചൽ ഡിസീസ് ആണ് കേട്ടോ മക്കളെ, വളരെ മാരകമായിട്ടുള്ളൊരു രോഗമാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ വേണ്ടുന്ന മിനറൽസ് ഉണ്ടല്ലോ, അതായത് മെറ്റൽസ്, ആ മെറ്റൽസിന്റെ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ എമൗണ്ട് ആണ്, എത്ര എമൗണ്ട് വേണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ള ടേമുകൾ എന്ന് പറയുന്നത്, കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ സോയിൽ പൊല്യൂഷനാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ സോയിൽ പൊല്യൂഷൻ മെയിനായിട്ട് നമ്മൾ മണ്ണിനെ പൊല്യൂട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഇൻസെക്ടിസൈഡ്സ്, അതുപോലെ ഹെർബിസൈഡ്സ്, ഫംഗിസൈഡ്സ് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് സോയിൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. അതേപോലെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ മണ്ണിൽ വലിച്ചെറിയുന്നതും അത് സോയിൽ പൊല്യൂഷനെ കോസ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻസെക്ടിസൈഡ്സ് മെയിനായിട്ട് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ DDT, BHC, മെലാത്തോയിൻ, അവരൊക്കെയാണ് ഈ ഇൻസെക്ടിസൈഡ്സ് വിച്ച് കോസ് ദ സോയിൽ പൊല്യൂഷൻ. അതുപോലെ തന്നെ ഹെർബിയോസൈഡ്സ് എന്ന് വെച്ചാൽ NaClO3, Na3ASO3, ട്രയാസിൻ, അവരൊക്കെയാണ് ഹെർബിസൈഡ്സിൽ മെയിനായിട്ട് സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ ഫംഗിസൈഡ്സ് ആണ്. ഫംഗിസൈഡ്സ് എന്ന് വെച്ചാൽ മെർക്കുറി കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ട്. ഫംഗിസൈഡ്സിലെ മെർക്കുറി കോമ്പൗണ്ട്സ് ആണ് സോയിൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് അടുത്താണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ശാഖയാണ്. നമ്മുടെ കെമിസ്ട്രിയുടെ തന്നെ വളരെ വലിയൊരു ശാഖയാണ് നമ്മളെന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹാംഫുൾ പ്രൊഡക്റ്റുകൾ, അതുപോലെ എഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ്, അതൊക്കെ ഡീൽ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്, ഇത്ര ടേംസും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം മക്കളെ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ മക്കളെ. ഒരു 9 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 9 നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ മക്കളെ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം പറയണത്. അതായത് 2019 നീറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Among the following, the one that is not a greenhouse gas is. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ ഏതൊക്കെ ഗ്യാസുകളാണ് വരുന്നത് എന്ന് ലിസ്റ്റ് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു നോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഏതാണ് മക്കളെ റൈറ്റ് ഓപ്ഷൻ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് റൈറ്റ് ആൻസർ മക്കളെ? ആൻസർ എ ആണ് റൈറ്റ് ആൻസർ. സൾഫർ ഡയോക്സൈഡ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. സൾഫർ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, മീഥേൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഓസോൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. എന്നാൽ സൾഫർ ഡയോക്സൈഡ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. കിട്ടിയില്ല മക്കളെ? അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മക്കളെ 2018 ക്വസ്റ്റ്യനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് 2018 വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാണ്. വിച്ച് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഈസ് നോട്ട് എ കോമൺ പൊള്യൂട്ടന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ബോത്ത് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ കുറച്ച് ഓക്സൈഡുകൾ തന്നിട്ടുണ്ട് നമുക്ക്. ആ ഓക്സൈഡുകളിൽ ഏത് ഓക്സൈഡാണ് പൊള്യൂട്ടൻ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ആക്ടിവിറ്റീസിലൂടെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ നോക്കിയാൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. N2O5, NO2, N2O, NO. ഇതിലേതാണ് വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഒന്ന്
ഒന്ന് റൈറ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മക്കളെ ടീച്ചർ പറയാം. മക്കളെ ഓപ്ഷൻ എ N2O5 ആണ് ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്ത മക്കളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2017 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിങ്ക് ഫോർ കാർബൺ മോണോക്സൈഡ്? മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ സോയിൽ, ഓഷ്യൻസ്, പ്ലാന്റ്സ്, ഹിമോഗ്ലോബിൻ. ഇതിൽ ഏതാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സിങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. ഏതാണ് ഓപ്ഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ആ ടേബുലർ ഫോമിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടീച്ചർ പറയാം. സെലക്ട് ചെയ്തോ? ടീച്ചർ പറയട്ടെ മക്കളെ. ഓപ്ഷൻ എ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ ആൻഡ് ഹിമോഗ്ലോബിൻ ആണ് സിങ്ക് ഫോർ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ മനസ്സിലായല്ലോ? അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2014 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ കമ്പോണന്റ് ഓഫ് എ ഫോട്ടോ കെമിക്കൽ സ്മോക്ക്? ഫോട്ടോ കെമിക്കൽ സ്മോക്കിന്റെ കോമൺ കമ്പോണന്റ് അല്ലാത്തത് ആരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്താണെന്ന് അറിയാം നമുക്ക്. അതിന്റെ കമ്പോണന്റ് അല്ലാത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ ഓപ്ഷൻ? മക്കളെ ഇതിൽ ഓസോൺ ആയാലും അക്രിലിനായാലും പെറോക്സിലേറ്റിൽ നൈട്രേറ്റ് ആയാലും എന്താണ് നമ്മുടെ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ കമ്പോണൻ്റാണ്, കോമൺ കമ്പോണൻസ് ആണ്. എന്നാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇസ് നോട്ട് എ കോമൺ കമ്പോണൻ്റ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ കോമൺ കമ്പോണൻ്റ് അല്ല ആരെന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC എന്ന് പറയുന്നത്. അപ്പോൾ CFC നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എന്താണ് CFC എന്ന് പറയുന്നത്? ഓസോൺ ലെയർ ഡിപ്ലീഷനെ കോസ് ചെയ്യുന്ന ആളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നോട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന നോട്ടിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ട്രൂ? ശരിയല്ലാത്തത് ഏതാണ്? നോട്ട് എ ട്രൂ എന്നാണ്. ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്ലീൻ വാട്ടർ വുഡ് ഹാവ് എ BOD വാല്യൂ ഓഫ് 5 parts/million. Then the second option, fluoride deficiency is drinking water is harmful. Soluble fluoride is often used to bring its concentration up to 1 part/million. Then the third option, when the pH of rainwater is higher than 6.5, it is called acid rain. Dissolved oxygen is cold water can reach a concentration up to 10 part/million. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് മക്കൾ തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ക്ലീൻ വാട്ടർ വുഡ് ഹാവ് എ BOD വാല്യൂ ഓഫ് 5 picometer ആണ് റൈറ്റ് ആൻസർ ആണ്. ഇനി ഫ്ലൂറൈഡ് ഡെഫിഷ്യൻസി ഡ്രിങ്കിങ് വാട്ടർ ഈസ് ഹാംഫുൾ അല്ലേ. ഫ്ലൂറൈഡിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിൽ നമുക്ക് ഹാംഫുൾ ആണ്, ടൂത്ത് ഡീക്ക് ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ വെൻ ദ pH ഓഫ് റെയിൻ വാട്ടർ ഈ ഹയർ ദാൻ 6.5 ഇറ്റ്സ് കോൾഡ് ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡിൻ്റെ pH എത്രയാണ് മക്കളെ? ബിലോ ദ 7 ആണ്. 7 ബിലോ വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? ആസിഡ് എന്ന് പറയുന്നു. എന്നാൽ വാട്ടറിൻ്റെ pH 7 ആണ്. അപ്പോൾ 6.5ഉം 7ഉം തമ്മിൽ അധികം വ്യത്യാസമില്ല അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ് 5നേക്കാൾ താഴെ വരുമ്പോഴാണ് ഹയർ ദാൻ 6.5 എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. pH ഹയർ ദാൻ 6.5 എന്ന് വെച്ചാൽ എന്തായി? അത് ഒന്നെങ്കിൽ ന്യൂട്രലായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 7നേക്കാൾ കൂടുതലായി അത് ആൽക്കലൈൻസ് മീഡിയയിൽ. അപ്പോൾ അതൊരിക്കലും ആസിഡ് റെയിൻ ആയിട്ട് വരില്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുമോ? ഡിസോൾവ്ഡ് ഓക്സിജൻ DOD ഇൻ കോൾഡ് വാട്ടർ ക്യാൻ റീച്ച് ദ കോൺസെൻട്രേഷൻ അപ് ടു 10 part/million എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും റൈറ്റ് ആണ്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? C ആണ്. ഓപ്ഷൻ C ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അഥവാ നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് pH എന്ന് പറയുന്നത് റെയിൻ്റെ pH, ആസിഡ് റെയിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തതാണ്. എത്രയാണ് വരുന്നത്? നമ്മൾ ലെസ് ദാൻ 5.6 ഒക്കെ വരുമ്പോഴാണല്ലേ ആസിഡ് റെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 6.5 ആണ്. അപ്പോൾ എന്തായാലും C ആണ് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയില്ലോ മക്കളെ? അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ C ആണ്
റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. കേട്ടില്ലേ മക്കളെ? അപ്പോൾ ഓപ്ഷൻ സി ആണ്. നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ. ആകെ 9 ക്വസ്റ്റ്യനുള്ളൂ മക്കളെ. ഇനി 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കിടക്കാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത മക്കളെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2012 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് നോട്ട് കറക്റ്റ്? ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഇസ് നോട്ട് പ്ലേ എനി റോൾ ഇൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോർമേഷൻ. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോർമേഷന് കാർബൺ മോണോക്സൈഡിന് ഒരു റോളില്ല എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടർ വൈസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഫോംഡ് ത്രൂ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിംഗ് സോളാർ എനർജി. സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോം ചെയ്യണമെന്നാണ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡി ഓപ്ഷൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഡസ് നോട്ട് കോസ് ഇറിറ്റേഷൻ ഇൻ ഐസ് ആൻഡ് ത്രോട്ട്. അപ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് നമ്മുടെ ത്രോട്ടിനും ഐസിനും ഒന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല എന്നതാണ് ഫോർത്ത് ഓപ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് മക്കളെ റൈറ്റ് ഓപ്ഷൻ? റൈറ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കി നോക്കിയേ മക്കളെ. ഓപ്ഷൻ ഡി ആണ് എന്താണ് ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ റിഗാർഡിങ്ങിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. കാരണം എന്താ, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് ഐക്കും അതുപോലെ തന്നെ ത്രോട്ടിനൊക്കെ വളരെ ഹാംഫുള്ളായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇന്ന് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. മക്കളെ 7ാമത്തെ ക്വസ്റ്റ്യൻ 2011 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ അല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. pH of drinking water should be between 5.5 to 9.5 pH. pH വാല്യൂ 5.5 തൊട്ട് 9.5 വരെയുള്ള pH ഉള്ളവരാണ് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഫേവറബിൾ ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് DOD ബിലോ 6 പാർട്ട് പെർ മില്യൺ ഈസ് ഗുഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫിഷ്. 6 പാർട്ട് പെർ മില്യനേക്കാൾ താഴെ വരെയാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് എങ്കിൽ അത് ഫിഷിൻ്റെ ഗ്രോത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ക്ലീൻ വാട്ടർ ഷുഡ് ഹാവ് എ BOD വാല്യൂ ലെസ് ദാൻ 5 പാർട്ട് പെർ മില്യൺ. അപ്പോൾ ക്ലീൻ വാട്ടറിൽ ലെസ് ദാൻ 5 പാർട്ട് പെർ മില്യൺ BOD ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് തേർഡ് ഓപ്ഷൻ. ഇനി ഫോർത്ത് ഓപ്ഷൻ ഓക്സൈഡ്സ് ഓഫ് സൾഫർ, നൈട്രജൻ ആൻഡ് കാർബൺ ആർ ദ മോസ്റ്റ് വിസ്പേർഡ് എയർ പൊല്യൂട്ടൻസ്. അപ്പോൾ എയർ പൊല്യൂട്ടൻ ഉണ്ടാക്കുന്നത് കാർബണിൻ്റെയും സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സ് ആണെന്നാണ് ഫോർത്ത് ഓപ്ഷനായിട്ട് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പോൾ ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മക്കളെ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 6-നേക്കാൾ താഴെ ആയി കഴിഞ്ഞാൽ അവിടെ അക്വാട്ടിക് അനിമൽസ് അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫ് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, സ്റ്റേബിളായിരിക്കില്ല. അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നോട്ട് ചെയ്തോളാം. അടുത്ത മക്കളെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 8ാമത്തെ ക്വസ്റ്റ്യൻ 2008 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കെമിസ്ട്രി മീൻസ് സച്ച് റിയാക്ഷൻസ് വിച്ച്. അതായത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. എ റിലേറ്റഡ് ടു ബി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, സ്റ്റഡി ദ റിലേഷൻ ഇൻ പ്ലാന്റ്സ്, പ്രൊഡ്യൂസ് കളർ ഡ്യൂറിങ് റിയാക്ഷൻസ്, റെഡ്യൂസ് ദ യൂസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹാസാർഡസ് കെമിക്കൽസ്. ഇതിലേതാണ് മക്കളെ ഗ്രീൻ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന റിയാക്ഷൻസ്? ഗ്രീൻ കെമിസ്ട്രി മീൻസ് വിച്ച് റിയാക്ഷൻസ് വിച്ച്. അതായത് ഏതാണ് ഗ്രീൻ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നതാണ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഏതാണ് ഓപ്ഷൻ വരിക മക്കളെ? മക്കളെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്. ഗ്രീൻ കെമിസ്ട്രിയുടെ
കണ്ടീഷൻ ഗ്രീൻ കെമിസ്ട്രിയുടെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഡീൽസ് വിത്ത് ഡെവലപ്പിംഗ് ലെസ് ഹാംഫുൾ പ്രൊഡക്റ്റ് ആൻഡ് ഇഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഹാംഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യണതും അതിൻ്റെ അതിൻ്റെ എഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് ഡീൽ ചെയ്യുന്ന ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ മക്കളെ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 9th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9th ക്വസ്റ്റ്യൻ 2004 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ ഇൻ ദ അപ്പർ സ്ട്രാറ്റ ഓഫ് ദി അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ ഏതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട് കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് പൊള്യൂട്ടൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മക്കളെ. അപ്പോൾ ഏതാണ് തന്ന 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് റൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്, CFC ആണ് നമ്മുടെ ഈ കാർബൺ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഫ്രിയോൺസ് ആണ്. നമ്മൾ ഹാലോ കോമ്പൗണ്ട് നമ്മൾ പഠിച്ചതാണല്ലേ ഫ്രിയോൺ എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണെന്ന്. അപ്പോൾ ഫ്രിയോൺ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ മക്കളെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നീറ്റിലും കീമിലൊക്കെ ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തിയറി പാട്ട് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാതെ ടീച്ചർ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി എന്ത് ചെയ്യുക, കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ മക്കളെ. അപ്പോൾ താങ്ക് യു.